വചനജായ 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 വചനജായ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ എക്സ്ക്ലൂസീവായിട്ട് വിവാഹം കഴിഞ്ഞ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് സഭ നമുക്ക് സുവിശേഷ ഭാഗമായിട്ട് തന്നിരിക്കുന്നത്. സെമിനാരിയിലെ ആദ്യത്തെ വർഷങ്ങളിലാണ് ഈ പൗരോഹിത്യ ജീവിതമാണോ വിവാഹ ജീവിതമാണോ ബെറ്റർ എന്നുള്ള ഒരു സംശയം മനസ്സിൽ വരണേ. ആ സമയത്ത് വന്ന ധ്യാന ഗുരുക്കളിൽ ഒരാളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് തീർക്കുകയും ചെയ്തു. പൗരോഹിത്യ ജീവിതത്തിനൊരിത്തിരി മഹത്വം കൂടുതലുണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന നാളുകളിൽ അദ്ദേഹം 10-ാം പീയൂസ് പാപ്പയുടെ കഥ പറഞ്ഞു തന്നു. അദ്ദേഹം പാപ്പയായതിൻ്റെ പിന്നാലെ സ്വന്തം അമ്മയെ കാണാനായി വീട്ടിൽ ചെല്ലുന്നു. പാപ്പയായതിൻ്റെ മുദ്രമോതിരം മുത്താനായിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ കയ്യിൽ കിടക്കുന്ന വിവാഹമോതിരം എടുത്തു കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് അണിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാപ്പയുടെ മുദ്രമോതിരം അണിയാൻ നീ ഉണ്ടാകുമായിരുന്നില്ല. കണക്കൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ് ആദ്യം ഉണ്ടായത്. അപ്പനും അമ്മയും ഉണ്ടാവണതിന് മുൻപേ ആലോചിച്ച് നോക്കിയാൽ മതി. ആദത്തിന് അപ്പനും ഉണ്ടായിരുന്നില്ല, ഹവ്വയ്ക്ക് അമ്മയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ആയിരുന്നു ആദ്യത്തെ ആളുകൾ. ഈ ബന്ധത്തിൽ ഒരു വിടവ് വരാൻ പാടില്ലെന്നുള്ളതാണ് സുവിശേഷം നമ്മളോട് പറഞ്ഞു തന്നെ. കർത്താവ് വ്യക്തമായിട്ട് പറയും, അവർ അപ്പനെയും അമ്മയെയും പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, ഭർത്താവിനോട് ചേരും. പിന്നീട് അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ്, ഒരു കാരണവശാലും അവർ പിരിയാൻ പാടില്ല എന്നാണ്. ദൈവം കൂട്ടുതന്ന ഒരാളെ നോക്കിയിട്ട് ആദത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെയാണ് ഈ മനുഷ്യൻ തനിക്ക് കിട്ടിയ ഒരാളെ സ്വീകരിക്കുന്നത്. ഇത് ദൈവം യോജിപ്പിച്ചതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലിൽ നിന്ന് വചനത്തരുന്ന പ്രാർത്ഥന ഇതാണ്, ഇങ്ങനെയുള്ളൊരു ബന്ധം ഒരു കാരണവശാലും മുറിഞ്ഞു പോകാതിരിക്കട്ടെ. ആദ്യമുണ്ടാകുന്ന ഈ ഒരു സ്നേഹം, ആദ്യമുണ്ടാകുന്ന ഈ ഒരു സന്തോഷം, ഈ ഒരു എക്സൈറ്റ്മെൻറ്റ്, ശരിക്കു പറഞ്ഞാൽ ഒരു റൊമാൻസ് എല്ലാ കാലത്തേക്കും നിലനിൽക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. അതിനുള്ള കാരണം ഇത് ദൈവം യോജിപ്പിച്ചു എന്നുള്ളതാണ്. യൗസേപ്പ് പിതാവിനോട് മാലാഖമെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ഈ ഒരു ഉറപ്പാണ്, ഇത് ദൈവം യോജിപ്പിച്ചതാണെന്നേ. മൂന്നാന്മാരായിട്ടോ ബ്രോക്കർമാരായിട്ടോ ബന്ധുക്കളായിട്ടോ നമ്മൾ തന്നെയോ കണ്ടുപിടിക്കുന്ന ഒരാളല്ല ഇത്. നേരെ മറിച്ച് സ്വർഗം കൊടുക്കുന്ന ഉറപ്പാണ്. ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. വിവാഹത്തിൻ്റെ ദിനങ്ങളിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും സ്വർഗത്തിൽ നിന്ന് ഈ സ്വരവും ഉറപ്പും കേൾക്കുന്നുണ്ട്. ഇത് ഇന്നയാളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, ഇന്നയാളെ ഭർത്താവായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നുള്ള സ്വർഗത്തിൻ്റെ ഉറപ്പോടുകൂടെ പ്രവേശിക്കുന്ന ഒരു ബന്ധമാണത്. ഓർക്കണം, സ്വർഗം തരുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. ഇതിലും നല്ലൊരാളെ കിട്ടാനില്ല. വേറെ എത്രയോ ആൺകുട്ടികളുണ്ടായിരുന്നത് അവർക്കൊന്നും കൊടുക്കാതെ ഈ ഒരു പെൺകുട്ടിയെ കൃത്യമായിട്ട് ആ ഒരാളുടെ ആൺകുട്ടിയുടെ കയ്യിലെത്തിച്ചെങ്കിൽ, വേറെ എത്രയോ പെൺകുച്ചുങ്ങളുണ്ടായിരുന്നത് അവർക്കൊന്നും കൊടുക്കാതെ ഈ പയ്യനെ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ തന്നെ എത്തിച്ചെങ്കിൽ സ്വർഗത്തിനറിയാം ഇവർക്കേ ഇവരെ കൊണ്ട് മനസ്സിലാവുള്ളൂ. ഇവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ മനസ്സിലാക്കാനും പൊറുക്കാനും സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും നിങ്ങൾക്കിപ്പോൾ ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളിക്കേ പറ്റുള്ളൂ. ചില ആളുകളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ, ചില ജീവിത പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയണത് കേട്ടിട്ടില്ല, ഞങ്ങളാണെങ്കിൽ പണ്ടേ വിട്ടിട്ട് പോയാനെ. നമ്മൾ വിട്ടുപോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? അത് ദൈവം യോജിപ്പിച്ചതാണെന്നുള്ള ഉറപ്പിൽ, നിങ്ങളെ കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയണേ, ഈ ബന്ധം വിട്ടിട്ട് പോകരുത് ഒരു കാരണവശാലും. തളർന്നു കിടക്കുന്ന ഭർത്താവിനെ നോക്കി വർഷങ്ങളായിട്ട് മറ്റൊരാളിലേക്കും ഇടറിപ്പോകാതെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി നമ്മളെ അത്ഭുതപ്പെടുത്താൻ പാടില്ല. ഭ്രാന്തിയായൊരു പെൺകുച്ചിൻ്റെ കൂടെ കാലങ്ങളായിട്ട് പരാതി കൂടാതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനും നമ്മളെ അത്ഭുതപ്പെടുത്താൻ പാടില്ല. കാരണം ഈ ബന്ധം അതിനു വേണ്ടിയിട്ടുള്ളതാന്നേ. ഈ ബന്ധം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതും മനസ്സിലാവാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പ്രശ്നം. കല്യാണം കഴിക്കാനായിട്ട് വരുന്ന പിള്ളേരോട് നമ്മൾ ചോദിക്കും, ഇങ്ങനെ വേദപാഠത്തിന് ചോദിക്കാറുണ്ട്, എന്തിനാ കെട്ടണേ? ശരിക്കും കല്യാണം കഴിക്കണത് എന്തിനാ? പുസ്തകത്തിലെ ഉത്തരം ഇങ്ങനെ അച്ചടിച്ച ഭാഷയിൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയും അതല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് പേഴ്സണലായിട്ട് താൻ എന്തിനാ കെട്ടണേ. കാരണം പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരങ്ങളുണ്ട്, അച്ഛാ എല്ലാവരും കെട്ടണം, ഇനി ഇങ്ങനെ ഈ പ്രായത്തിൽ നിന്ന് പോയിട്ട് കാര്യമില്ലല്ലോ,
ഒരു കുഴപ്പമില്ലാന്നേ. കല്യാണം കഴിച്ചില്ലെങ്കിലും മനുഷ്യർ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര്. അതുകൊണ്ട് അതിനകത്ത് കുഴപ്പമില്ല. ചിലർ പറയും അച്ഛാ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവണ്ടേ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കണേ. അപ്പോൾ ഈ കൊച്ചുങ്ങൾ ഉണ്ടാവാത്ത ജീവിതമോ? അങ്ങനത്തെ എത്രയോ പേരുണ്ട്. ഈ വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ജീവിതം, ആ വിവാഹ ജീവിതം ഫ്ലോപ്പാണെന്നാണോ പറയണേ? ചിലർ പറയും അച്ഛാ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ ഒറ്റയ്ക്കുള്ളൂ, അവരെയൊക്കെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? നമ്മൾ അവരോട് പറയും മോനെ നീ ഒരു ഹോം നേഴ്സിനെ നിർത്തിയാൽ മതി, ഹോം നേഴ്സിനെ നിർത്തിയാൽ മതി, അപ്പനെ അമ്മനെ നോക്കാൻ വേണ്ടിയിട്ട് കെട്ടണ്ട. ശരിക്കും കല്യാണം കഴിക്കണത്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെ ചില പ്രതീക്ഷകളോടും ആഗ്രഹങ്ങളോടും കൂടെയൊക്കെ ആവുമ്പോൾ, അത് അങ്ങനെ അല്ലാതാവുമ്പോഴാണ് ഈ ബന്ധത്തിൽ മുറിവ് വരണേ, ഈ ബന്ധം വിട്ടുപോകാനായിട്ട് നോക്കണേ. ശരിക്കും എന്തിനാ കല്യാണം കഴിക്കണേ എന്നുള്ളതിന് ഒറ്റുത്തരേ ഉള്ളൂ, സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ, സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ചോദിക്കും മറ്റു ബന്ധങ്ങൾക്ക് സ്നേഹമില്ല? ഇതുപോലൊരു സ്നേഹമില്ല, ഇതുപോലൊരു സ്നേഹമില്ലാന്നേ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇത്ര ആഴത്തിൽ അറിയുന്ന വേറെ ഏത് ബന്ധമുണ്ട്? അപ്പനായിട്ട് അമ്മയായിട്ട് പോലും ഇല്ല. അതുകൊണ്ടാണ് പറയണേ പുരുഷൻ സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ഇത്ര ആഴത്തിൽ അറിയുന്ന വേറൊരു ബന്ധമില്ല. ഇത്ര ആഴത്തിൽ മനസ്സിലാക്കിയ, ഇത്ര ആഴത്തിൽ അറിഞ്ഞ, ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായ വാക്കാണ് സെക്സിന്. അവൻ അവളെ അറിഞ്ഞു. ഇത്ര ആഴത്തിൽ അറിഞ്ഞ ഒരു ബന്ധം ഇനി വിട്ടുപോകാൻ പാടില്ല. വിട്ടുപോയാലും അവർക്കിനി വേറൊരു ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരാളെ എനിക്ക് ദൈവം തന്നതാണെന്നുള്ള സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മറ്റൊരാളെ ശരിക്കും സഹിക്കാൻ പറ്റും. അതേ വാക്ക് ഉപയോഗിക്കണേ, സഹിക്കാൻ പറ്റും. ചിലർ അങ്ങനെ ജീവിക്കുന്നുണ്ട്, പക്ഷേ വിട്ടുകളയാത്തത് ദൈവം തന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ളൊരു സ്നേഹത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ അവർക്ക് തേജസ് ഉണ്ടാവും. രണ്ടാമത്തെ ഭാഗം അതാണ് സുവിശേഷത്തിൽ, കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളൊക്കെ കിട്ടണത് ശരിക്കും പറഞ്ഞ് ഇത് സ്നേഹിച്ച് 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 അവസാനം സ്നേഹം പ്രകടിപ്പിക്കാൻ വേറൊരു വഴിയില്ലെന്ന് വരുമ്പോഴാണ് സെക്സിലേക്കൊക്കെ പ്രവേശിക്കണേ. അങ്ങനെയുള്ള സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് തേജസ് ഉണ്ടാവും. കർത്താവ് പറഞ്ഞു തരുന്ന ഈ വിവാഹബന്ധം എത്രയോ മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കണം. ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഇത് ഗ്രഹിക്കണില്ല. ഇത് കൃപ ലഭിച്ചവർക്ക് മാത്രമുള്ളൊരു ഒരു ജീവിതമാണെന്നറിയണം. സ്വർഗത്തിൻ്റെ കൃപ ലഭിച്ചാലല്ലാതെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബന്ധത്തിൽ, ഇത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത ദുർഗ്രാഹ്യമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് നോക്കി ഒന്നും പിടികിട്ടിയുമില്ല. പക്ഷെ അതിനകത്തുള്ളവർ എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, എത്ര തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും, എത്ര എതിർപ്പുകളുണ്ടെങ്കിലും ഇന്നും അൾത്താരയുടെ മുൻപിൽ വെച്ചിങ്ങനെ ചേർത്ത് പിടിച്ച കരം വിട്ടുകളയാതെ അവർ ജീവിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ സ്വർഗം കൊടുത്ത ഉറപ്പ് കിടക്കണത് കൊണ്ടാണ്. ഇവളെ ഭാര്യയായി സ്വീകരിക്കാൻ, ഇയാളെ ഭർത്താവായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നുള്ളത് ദൈവം തന്ന ഒരാളാണെന്നുള്ള ഉറപ്പിന്മേലാണ് ഇന്നും പല വിവാഹ ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നതെന്നൊന്ന് തിരിച്ചറിയണത് നല്ലതാണ്. ആ ഉറപ്പിന്മേൽ എന്നും നമ്മുടെ വിവാഹ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ദൃഢമായിരിക്കട്ടെ എന്ന് മാത്രം സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവം പുറത്താകുന്നിടത്താണ് ഈ കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞു തുടങ്ങുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കണം. പറുദീസ എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ കൂടെ പുരുഷനും സ്ത്രീയും സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് നടന്ന ഇടത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ ഇടത്തിൻ്റെ പേരാണ് പറുദീസ. പക്ഷേ ദൈവം അവരുടെ ഇടയിൽ നിന്ന് പുറത്താകുന്നൊരു സമയമുണ്ട്. ദൈവം പുറത്തായിട്ട് കർത്താവ് വന്ന് ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? ഞാൻ ഇവിടെയാണെന്ന് പറയണതിന് പകരം ആദം പറയണത് എന്താണെന്ന് കേൾക്കണം, നീ എനിക്ക് തന്ന സ്ത്രീ എന്നെ വഞ്ചിച്ചു. അതായത് ദൈവം പുറത്താകുന്നിടത്ത് കലഹം ആരംഭിക്കുന്നു, പരസ്പരമുള്ള ആരോപണങ്ങൾ ആരംഭിക്കുന്നു, പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ആരംഭിക്കുന്നു. അവിടെ പിന്നെ പിരിഞ്ഞു പോകാതെ വഴിയില്ലല്ലോ. ദൈവം യോജിപ്പിച്ച ബന്ധത്തിൽ നിന്ന് ദൈവം പുറത്താകുമ്പോൾ മാത്രമാണ് ഈ ഒരു ബന്ധം ഉലഞ്ഞു തുടങ്ങുക. വചനം പറയുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ, ഒറ്റയ്ക്കാണെങ്കിൽ എളുപ്പം കീഴടക്കാൻ പറ്റും, രണ്ടുപേരുണ്ടെങ്കിൽ എതിർത്ത് നിൽക്കാൻ സാധിക്കും, എന്നാൽ മുപ്പിരിച്ചരട് പൊട്ടുകയില്ല. ഒറ്റയ്ക്കായിരുന്നു അത്രയും കാലം, ഏത് തിന്മയ്ക്കും അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാമായിരുന്നു. പക്ഷേ ഒന്നിച്ചു കഴിയുമ്പോൾ, രണ്ടുപേരും കൂടി ഒരുമിച്ചാവുമ്പോൾ, രണ്ടുപേരുണ്ടെങ്കിൽ എതിർത്ത് നിൽക്കാൻ സാധിക്കും. എത്രയോ പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഒരുമിച്ച് കരം പിടിച്ച് അതിജീവിക്കുന്നേ, അവരിങ്ങനെ മറികടക്കുന്നേ.
പക്ഷേ ഈ സ്നേഹത്തിൻ്റെ നൂലിൽ കോർത്തെടുത്ത ഈ ബന്ധം പൊട്ടിപ്പോവാതിരിക്കണമെങ്കിൽ ഒരു മുപ്പിരി ചരട്, മൂന്നാമത്തെ ചരട് ആവശ്യമുണ്ട്. അത് ഈശോയല്ലാതെ, ക്രിസ്തുവല്ലാതെ വേറെ ആരുമല്ല. ഈശോയാൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന ഒരു ബന്ധത്തിന് ഒരു ദൃഢതയുണ്ടെന്ന്. എപ്പോഴാണോ ആ മൂന്നാമത്തെ ചരട് പൊട്ടിപ്പോകുന്നത്, അതോടുകൂടെ ബന്ധം അകന്നു പോയേ പറ്റുള്ളൂ. പുതിയ നിയമത്തിൽ യൗസപിതാവും പരിശുദ്ധ മാതാവും ഉലഞ്ഞു പോകുന്ന ഒരേ ഒരു അവസരമേ ഉള്ളൂ. ചക്രവർത്തിമാർ കൊല്ലാൻ നോക്കിയിട്ട് കൂളായിട്ട് നിന്ന ഒരു ബന്ധമാണത്. തിരുക്കുടുംബം എന്ന കണക്ക് നമ്മുടെ മാതൃകയായിട്ടുള്ള ഒരു വിവാഹ ജീവിതം. പക്ഷെ ഒറ്റത്തവണ ഉലഞ്ഞു പോകുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ടിപ്പ് കൂടെ തന്നിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണേ. എല്ലാവരുമൊക്കെ എന്നിട്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കെട്ടിയാനും കെട്ടിയാളൊക്കെ മാത്രം നിങ്ങൾ മാത്രമാവുന്ന നേരത്ത് ഒന്ന് കൈയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു സ്വർഗസ്ഥനായൊക്കെ ചൊല്ലിക്കിടന്നുറങ്ങി നോക്കി. മക്കളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പനും അമ്മയും ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു സ്വർഗസ്ഥനായൊക്കെ ചൊല്ലിക്കിടന്നുറങ്ങുന്ന ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവില്ലെന്ന് അച്ഛൻ പറയണില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ നിങ്ങൾ മറികടന്നിരിക്കും. സ്നേഹം കൊണ്ട് മറികടന്നിരിക്കും. കൂട്ടുനിൽക്കുന്ന ദൈവത്തിൻ്റെ കരുത്ത് കൊണ്ട് മറികടന്നിരിക്കും. ആ ക്രിസ്തുവില്ലാതെ പോകുമ്പോൾ കുടുംബം ഉലയുന്നു, തിരുക്കുടുംബം ഉലയുന്നത് കണക്ക് ദൈവം പുറത്താകുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ഉലഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ദൈവം കൂട്ടി യോജിപ്പിച്ചൊരു ബന്ധത്തിൽ ഈ ദൈവത്തിൻ്റെ കരം പിടിച്ച് തന്നെ ദൈവം തന്നൊരാളാണെന്നുള്ള ഉറപ്പിൽ അവസാനം വരെ, ജീവിത അവസാനം വരെ ആ ഒരു സ്നേഹത്തിൽ, നിർമ്മലമായ സ്നേഹത്തിൽ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ സ്വർഗം എല്ലാ വിവാഹ ജീവിതം കഴിച്ച മനുഷ്യരെയും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദമ്പതിമാർക്കും സ്വർഗത്തിൻ്റെ വിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരാവരണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തെ സ്വർഗം പൊതിഞ്ഞു പിടിക്കട്ടെ എന്നും വിശുദ്ധമായ സ്വർഗീയ സ്നേഹം കൊണ്ട് ആശീർവദിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആദ്യം കേട്ടതായിരിക്കും, അന്ന് കല്യാണത്തിൻ്റെ അന്ന് കേട്ടതായിരിക്കും. ആ മംഗളങ്ങളും സ്നേഹവും പ്രാർത്ഥനയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ